ഹലോ ഗൈസ്, അപ്പം ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതേപോലെ നമ്മളിന്ന് വീട്ടിൽ പോവാണ്. ഞാനപ്പോൾ ഓണം ഉത്രാടം വരെ ആഘോഷിച്ചിട്ടുണ്ട്. ഇനി ഓണത്തിൻ്റെ അന്ന് എനിക്ക് ആളെ മെയിനായിട്ട് പകൽ വേണ്ടത് അമ്പലത്തിൽ പോകാനും ഫോട്ടോ എടുക്കാനായിരുന്നു. പക്ഷേ എത്ര നോക്കിയിട്ട് ആൾക്ക് ലീവ് കിട്ടിയില്ല. നമുക്കിപ്പോൾ അറിയാലോ, ബസ്സിലാവുമ്പോൾ നമുക്ക് ആ ബസ് വേറൊരാൾക്ക് പണി കൊടുക്കാണ്ട് നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വണ്ടി ഒതുക്കിയിടണം. ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി ഒതുക്കിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓണർമാരൊക്കെ സംസാരിച്ചാലല്ലേ ശരിയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഒതുക്കിയിടല് നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മളെന്തായാലും വേറൊരാളെ തപ്പി. പക്ഷെ ഓണായ കാരണം ഒരൊറ്റ ആളെ നമുക്ക് കിട്ടിയില്ല. അഥവാ കിട്ടിയാൽ തന്നെ തപ്പിയെങ്കിലും നമ്മളിപ്പോൾ ഒരുവിധം ആരെങ്കിലും ഒപ്പിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക, 10 ദിവസമെങ്കിലും ഒരു പണി കൊടുക്കണം. 10-20 ദിവസമെങ്കിലും പണി കൊടുക്കാണ്ട് എങ്ങനെയാണ് അവരെ കയറ്റുക? 2 ദിവസം അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി ലീവ് എടുത്താലും ശരിയാവില്ല എന്നുള്ളൊരു ഇത് വന്ന സ്ഥിതിക്ക് നമ്മളെന്തായാലും വിചാരിച്ചു എന്നാൽ പോവാന്ന്. ജോലിക്ക് പൊക്കോട്ടേന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ആദ്യം സങ്കടം ഉണ്ടായിരുന്നു. ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്താണെങ്കിൽ എന്താ പറയാ, എനിക്കിപ്പോഴും വിഷമമുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാനൊരു 1/4 മണിക്കൂറോളം സംസാരിച്ചിരുന്നിട്ടുണ്ട്. കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ തിരുവോണത്തിന് അന്ന് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴാണ് എനിക്ക് ആകെ ഒരു പെടച്ചിലായി പോയത്. അപ്പം ഞാൻ വേഗം കരച്ചിലെല്ലാം മാറ്റി അടിച്ചു വാരി. അപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും ഒരുവിധം നേരമായിട്ടുണ്ട്. ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ബസ് മിസ്സായിട്ടുണ്ട്. ബസ് മിസ്സായ സ്ഥിതിക്ക് ഞാനിപ്പോൾ പെടയാണ്ട് ഞാൻ എത്ര നേരം പെടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം പോയിട്ട് അലക്കല്, പാത്രം കഴുകല്, ഇവിടെ അടിച്ചു വരല്, അതൊക്കെ ആയിട്ട് ഭയങ്കര പടച്ചിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓണം വെച്ചെടുത്തേക്ക് അവിടേക്ക് പോയി ഒന്ന് ക്ലിയർ ചെയ്യണം ആ ഭാഗം. എന്താണ് അവസ്ഥ നോക്കണം. മഴ പെയ്തിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് പൂക്കളിടണം. അത് കഴിഞ്ഞിട്ട് സാവധാനം ഒരുങ്ങി പോകാനാണ് ഞാൻ ഇനി ആലോചിക്കുന്നത്. അപ്പം ഇന്നലെ ഓണം വെച്ച ഭാഗം എങ്ങനെയായി? മഴയെല്ലാം കൊണ്ട്, രാവിലത്തെ മഴയൊക്കെ കൊണ്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. തൃക്കാരപ്പൻ നനഞ്ഞെങ്കിൽ പോലും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഞാൻ ഇതൊരു കഴിഞ്ഞ കൊല്ലം വാങ്ങിയിട്ടുള്ള തൃക്കാരപ്പനായിരുന്നു. അപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള കാരണം തോന്നുന്നു ഇപ്പോഴും മഴ നനഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണത്. ഇനി ഈ ഒരു പോർഷനാണ് നമുക്കിനി ക്ലീൻ ചെയ്യാനുള്ളത്. ഇനി ക്ലീനിങ് ഒന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് ഇവിടെ ഒന്ന് ചാണം തേച്ച് നമുക്ക് പൂക്കളിടാം. സത്യം പറഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ച് നേരം പോയത് അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയണമെങ്കിൽ. കാരണം ഒരു 3/4 മണിക്കൂറോളം വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ പകുതി സമയം ഒരു 8 മണി വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് പണികൾ അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരമായി. അലക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരമായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ചാണകമൊക്കെ വേഗം മെഴുകി വേഗം ഒന്ന് പൂക്കളിട്ട് ഇറങ്ങാമെന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ എങ്കിൽ പോലും പൂക്കളിടാൻ നിന്നതിൽ പിന്നെയും സമയം പോയി. കാരണം പൂക്കൾ എനിക്ക് സ്പീഡിലിട്ട് കഴിക്കാനായിട്ട് ഒരു കഴിവില്ല ഗൈസ്. കാരണം ആ സ്പീഡിലിടുമ്പോൾ വൃത്തിയാവണില്ല. പതുക്കെ ഒതുക്കി വരുമ്പോൾ നേരം പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും സദ്യയൊന്നും വെക്കാത്ത കാരണം അധികം തിരക്കുമില്ല. നമുക്ക് വേഗം പൂക്കളിട്ട് ഒരുങ്ങി വീട്ടിലേക്ക് പോവേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും ഓരോരോ സെക്ഷനായിട്ട് ഇട്ട് തീരുന്നുണ്ട്. ആരും വീട്ടിലില്ലാത്ത കാരണം പിന്നെ പ്രത്യേകിച്ച് ഒരു ഓളം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇടുമ്പോൾ നമ്മുടെ ഓണപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് മാറി പോകാനുള്ള പരിപാടി നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിലേക്ക് കോളുകൾ വന്നു. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് കട്ട് ചെയ്തു, അതുണ്ടായത്. പക്ഷെ കുറച്ച് നേരം പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ പോകാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 12 മണി 12:30യുടെ ഉള്ളിലെത്തും വീട്ടിലേക്ക്. പായസം വാങ്ങിയിട്ടപ്പോൾ പോകാമെന്ന് വെച്ചിട്ടിരിക്കണേ. ഇനി വീട്ടിൽ എത്തിയിട്ട് വ്ളോഗ് എടുക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് വീട്ടിലെത്തിയപ്പോഴാണ്. കാരണം ഞാൻ എത്തി അവരെ പറ്റിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ ഫുഡ് ഇട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കണം കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. അമ്മ അച്ഛൻ
അനിയൻ ഓണാഘോഷമായിട്ട് എവിടേക്കോ പോവാനുള്ള തിരക്കിലാണ് അവൻ്റെ ഫ്രണ്ട്സായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇല കിട്ടാത്ത കാരണം നമ്മളെന്തായാലും ഇല പ്ലേറ്റിൽ കഴിക്കാൻ വിചാരിച്ചു. ഇലയിലാണ് ഇട്ടത്. പക്ഷേ എങ്കിലും നമ്മൾ ഇലയിൽ കഴിക്കുമ്പോഴാണ് ഒരു ഓണം വൈബൊക്കെ ഉള്ളത്. പിന്നെ ഈ പ്രാവശ്യം ഏട്ടനൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ പോട്ടേന്ന് ഞാനും വിചാരിച്ചു. 12 പറഞ്ഞിട്ട് 1 മണിക്ക് ഞാൻ എത്തിയ. അപ്പൊ ഫുഡ് അപ്പൊ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. ഇവരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നില്ലേ. അപ്പൊ അവിടെ കഴിപ്പ് തുടങ്ങി. നമുക്ക് ഇല കിട്ടിയിട്ടില്ല കേട്ടാ. ഇല കിട്ടാത്ത കാരണം നമ്മളപ്പോ ഇലയുടെ പ്ലേറ്റിലാണ് ചോറ്. 15 രൂപ പറയും. ഇവര് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ പറമ്പിന്ന് മുറിച്ചേനെ. അപ്പത്തെ വീട്ടുകാരെ പറമ്പിന്ന്. ഫോണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ മേക്കപ്പ് ഒക്കെ പോണതിന് മുന്നൊന്ന് ചെയ്യണമെന്നുണ്ട്. കാരണം നല്ല ഫോട്ടോസ് ഒന്നും എനിക്ക് തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഏട്ടല്ലാത്ത കാരണം. അപ്പം ഞാൻ എന്തായാലും ഫോട്ടോ എടുത്തിട്ട് വരാം. ഇത് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഉമ്മർത്തമ്മ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ വെച്ചിട്ട് ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് നേരെ അമ്മാവനോടേക്ക് പോകണം. അമ്മാവ അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങോട്ട് പോകണം. ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അനിയൻ്റെ പുതിയ പുതിയ മീനുകളെ ഞാൻ കാണുന്നത്. അപ്പോൾ ഏജ് ഫിഷൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. അമ്മയാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ. അനിയൻ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ അവനെ കൊണ്ട് എടുപ്പിക്കായിരുന്നു ഗൈസ്. അവനിവിടെ ഇല്ല. അപ്പം ഇനി അമ്മയെ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ട് വേണം ഫോട്ടോസ് സെറ്റാക്കണമെങ്കിൽ. ഞാൻ പുറത്ത് പോയേക്കാം. അല്ലെങ്കിൽ അവനെ കൊണ്ട് എടുപ്പിക്കായിരുന്നു. കുറച്ച് സ്റ്റില്ലുകൾ എടുക്കുന്നുള്ളൂ എന്തായാലും. ഈ മാല ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ സിസ്റ്ററിനോ എടുക്കുന്ന അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വിട്ടാ കുറച്ച് മതി. നമ്മള് അച്ഛൻ്റെ പടകുതിര ഈ പറഞ്ഞ പോലെ എടുത്തിട്ടാണ് പോണത്. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്താ. പക്ഷെ നോക്കിയപ്പോൾ വീഡിയോ പിടിച്ച രീതി ശരിയായില്ല. നമുക്ക് കണ്ണുപോലും കാണാനില്ല. കാരണം അമ്മ അതൊരു വെയിലാണ്. രാവിലെ നല്ല മഴയായിരുന്നു പാലക്കൊക്കെ. അപ്പം ആ നേരത്ത് ഞാൻ വിചാരിച്ച് തിരുവോണം വെള്ളത്തിലായി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം നല്ല വെയിൽ കൊണ്ട് നമുക്ക് പറ്റാത്ത രീതിയായി. പടക്കുതിര ഉടക്കിയതാ. അപ്പം നമ്മുടെ വണ്ടി ഇന്നിപ്പോൾ തിരുവോണമായ കാരണം എല്ലാവരും അടിച്ചിട്ടല്ലേ ഇരിക്കുക. എല്ലാവർക്കും അച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ചടിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ വണ്ടി അടിച്ചിട്ടുണ്ട്. നല്ല കുലികണ്ട്. അച്ഛൻ്റെ ഫ്രഷ് നീ കണ്ടില്ലല്ലോ. ഇവിടെ ഇറങ്ങണ സമയത്ത് അച്ഛൻ കഴിച്ചിട്ടുണ്ട്. മുഖം കണ്ട അറിയൂ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നല്ല. നമ്മുടെ സീറ്റില് 2 പേരും കൂടിയിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണേ. അതിപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് തിരിയിരിക്കണം. പിന്നെ നല്ല വെയിലാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് കണ്ണൊന്നും കാണാനില്ല. ഇപ്പൊ മാമനൊക്കെ പോയിണ്ടാവട്ടാ. ഇപ്പൊ അമ്മാമ്മ അവിടെ കിടപ്പായിരിക്കും മിക്കതും. 3:30 ടൈമായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്നെ സമയമായി. പിന്നെ അച്ഛൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ടൈമായിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. വെക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പൊ എന്റെ മോതിക്ക് വെയിലടിക്കുമ്പോ എന്നെ മനസ്സിലാവണില്ലേ. നല്ല വെയിലാണ്. നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ കിരുന്നേട്ട വരും. ഒരു 6:30 ആകുമ്പോഴേക്കും ഇനപ്പി വരും. അങ്ങനെയാണ് കാര്യങ്ങള്. അനിയൻ പിന്നെ വന്നിട്ടില്ല. മണിക്കൂട്ടൻ തൃശ്ശൂർക്ക് പോയതാണ്. പിന്നെ ചെക്കനെ കണ്ടിട്ടില്ല. ചെക്കൻ പിള്ളേരായിട്ട് ചില്ലടിച്ച് നടക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫോട്ടോസ് ഒന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോസ് ആയാലും. കാരണം കിരുന്നേന്റെ ഫോൺ ഉണ്ടെങ്കിലാണ് എന്തും നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിശേഷ ദിവസം ആളെ മെയിനായിട്ട് പിടിക്കാനുള്ള കാരണം എന്റെ ഫോട്ടോസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കുറയണം. സൺലൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്റെ ഫോണിന്റെ തനി സ്വഭാവം ഇറക്കണം. അതുകൊണ്ട് എനിക്ക് ഇന്ന് അധികം ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും ഊണ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്ന അമ്മാമ്മയ്ക്ക് അറിയണ കാരണം ഞാൻ കൂടെ ഉണ്ടെന്ന് അറിയില്ല. അപ്പം ഞാൻ വന്ന റിയാക്ഷൻ അമ്മാമ്മ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയി അമ്മാമ്മയുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നടന്നില്ല. അപ്പം പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു സാധാ വീഡിയോസായിട്ട് ഇനി എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മാമ്മ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. സാധാരണ ഓണത്തിനൊന്നും ഞാൻ വരാറില്ല. ഇതാണ് നമ്മുടെ തിരുവോണം ദിവസത്തെ വ്ളോഗില് അമ്മാമ. എന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ വന്ന് എല്ലാവരും കൂടിയുള്ളതേ. ചേച്ചി അനിയത്തിയാണ് ഗൈസ്. ഇതെന്റെ അമ്മാമ. ഇതാണ് നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം പാട്ട് പാടിയത്. അമ്മാമ ഓണത്തിനെ പറ്റി ഒരു പാട്ട് പാടൂ. 2 വരി പറയൂ ഓണത്തിനെ പറ്റി.
എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ളത്? പാട്ട് പാട്ട് ഓണം വന്നേ മാവേലി വന്ന് ഓണം തന്നു. ഇത് കോപ്പിറൈറ്റ് വരില്ല എന്നെ പ്രാർത്ഥന. ഓണം കൊണ്ടുവരുന്നത് നിങ്ങള് ഓണം കൊണ്ടുവരുന്നത് അല്ല ചില എപ്പോഴെപ്പോഴും വരണമെങ്കിൽ ശരിയാ. ഓണം കൊണ്ടുവന്നല്ലേ ഒരു വട്ടം കൂടെ ഡയലോഗ് പറയൂ. എല്ലാ ആഘോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുവിധ സമയമായിട്ടുണ്ട്. ഞാൻ പിന്നെ എന്തൊരു വീഡിയോ ചുരുക്കാൻ വേണ്ടി വീഡിയോ ഇവിടെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവോണ ദിവസം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.